ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് കിലിയൻ സ്മോക്കിംഗ് ഹോട്ട് എന്ന പെർഫ്യൂമാണ്. സോ അതതിൻ്റെ ചെറിയ വയലാണ്. സോ സ്മോക്കിംഗ് ഹോട്ട് എന്നുള്ളത് 2023 ഇറങ്ങിയ ഒരു റീസെൻ്റ്ലി വന്ന പെർഫ്യൂംസിൽ ഒരെണ്ണമാണ്. കിലിയൻ നമ്മളധികം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരു നീഷ് ഹൗസ് ആണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ് മാത്രം കാണാറുള്ള ഒരു ബ്രാൻഡാണ്. സോ ഇത് സ്മോക്കിംഗ് ഹോട്ട്. കിലിയന്റെ മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസും എന്താ പറയാ, ഒരു ഡാർക്കർ സൈഡിൽ നിൽക്കുന്നതാണ്. ഓക്കെ, ഇതും ഡാർക്കാണ് സാധാരണ പറയുന്ന പോലെ തന്നെ. അപ്പൊ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് എന്താ പറയാ, അങ്ങനെ ഒരു സിറ്റുവേഷൻസ് കിട്ടിയിട്ടില്ല യൂസ് ചെയ്യാനുള്ള. ഇങ്ങനത്തെ വയൽസ് കുറെ അവിടെയും കൂടെ ഞാൻ കൊണ്ടുപോയി വെക്കും, പിന്നെ അത് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പെർഫ്യൂംസ് ആയിട്ട് പോകും. ഇത് ജസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുക എന്നുള്ള പർപ്പസിൽ മാത്രം വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അല്ലാതെ ഇതൊന്നും ഇപ്പോൾ എന്താ പറയുക യൂസ് ചെയ്ത് പോകാൻ മാത്രമുള്ള സാധനം ഇതിലില്ലല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് യൂസ് ചെയ്യാതിരുന്നത്. പിന്നെ മാത്രമല്ല, നമുക്ക് ഇതിന്റെ ഇൻസ്പയർഡ് വേർഷൻസ് ഒക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഫ്രാഗ്രൻസ് സിമിലർ ആണോ അല്ലേ എന്ന് നോക്കാനും ഇതുപോലത്തെ വയൽസ് ഉപകരിക്കും. സോ അത്തരം പർപ്പസുകൾക്കാണ് ഞാൻ മോസ്റ്റ്ലി വയൽസ് കളക്ട് ചെയ്യാറുള്ളത്. ഒരുപാടുണ്ട് കേട്ടോ, കളക്ഷൻ ഒരുപാടുണ്ട്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫ്രാഗ്രൻസ് ഓക്കെ ഞാൻ ഇവിടെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തു, ഇവിടെ രണ്ട് കയ്യിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല് ഇതൊരു ഡാർക്ക് ഫ്രാഗ്രൻസ് ആണ്. ആസ് യൂഷ്വൽ നമ്മൾ കിലിയൻ പെർഫ്യൂംസിൽ കാണുന്ന ആ ഒരു ഡാർക്കർ സൈഡിൽ നിൽക്കുന്ന ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിലും വരുന്നത്. സോ ഡാർക്ക് ഇൻ ദ സെൻസ് ഇതില് എന്താ പറയാ, എനിക്കിത് പെട്ടെന്ന് അപ്ലൈ ചെയ്തപ്പോൾ കിലിയന്റെ പ്യുർ ഊത് എന്നുള്ള പെർഫ്യൂം ഉണ്ടല്ലോ, അതിന്റെ ആ പെർഫ്യൂമിലേക്ക് കിലിയന്റെ ഏഞ്ചൽ ഷെയർ മിക്സ് ആയ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതായത് പ്യുർ ഊത് നമ്മുടെ ഇന്റർലൂഡിന്റെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് പോകും. പക്ഷെ അത്രയും ഡാർക്കർ അല്ല, അത്രയും ആംബർ സ്മോക്കി ഒന്നും അങ്ങനെ കുത്തലൊന്നുമില്ല, ഒരിത്തിരി ടോൺ ഡൗൺ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വൂഡി സ്മോക്കി നോട്ട്സ് ആണ് ഉള്ളത്. വൂഡി അല്ല, ഒരു ആംബർ സ്മോക്കി ഐസോയി സൂപ്പറിന്റെ ഫ്രാഗ്രൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ആ ഒരു ഡാർക്ക്നെസ് ആണ് ഇതിൽ മൊത്തം ഉള്ളത്. അതിന്റെ കൂടെ ചെറിയൊരു എന്താ പറയാ, നമ്മളെ ഇത് ഏഞ്ചൽ ഷെയറിന് വരുന്ന പോലത്തെ ഒരു ബൂസി ഫ്രാഗ്രൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചെറുതായിട്ടൊരു ഗ്രീൻ ആപ്പിളിന്റെ ഒക്കെ ഒരു ഹിന്റ് ഈ ഒരു സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം തോന്നിയത്. അതായത് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സൈഡിലൂടെ ഒരു സ്മോക്കി ആംബർ ഇങ്ങനെ എല്ലാം കൂടി പോയിട്ട് അതിന്റെ കൂടെ ചെറിയ ഒരു ബൂസിനെസ്, ഒരു ഗ്രീൻ ആപ്പിൾ, ചെറുതായിട്ടൊരു വെനില, ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഇങ്ങനെ ചേർന്നിട്ടുള്ള പോലെ. ബട്ട് മോസ്റ്റ്ലി ഇതൊരു ഡാർക്കർ സൈഡിൽ നിൽക്കുന്ന ഒരു സെന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പെർഫ്യൂം ഫ്രാഗ്രൻസ് ഉള്ളത്. കുറച്ച് ഡാർക്കർ സൈഡിൽ നിൽക്കുന്നതാണ്. ആദ്യമേ പറയാം, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. മോസ്റ്റ് ഓഫ് ദി കിലിയൻ പെർഫ്യൂംസ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല. ആകെ ഇഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഏഞ്ചൽ ഷെയർ ആണ്. അത് ഏഞ്ചൽ ഷെയർ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര പോപ്പുലർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയെല്ലാം ഒരു ഡാർക്ക് ആയിട്ടാണ് പോകാറുള്ളത്. അപ്പൊ മോസ്റ്റ്ലി അല്ലാത്തത് കൊണ്ട് നമ്മുടെ കില്ലിംഗ് മീ സ്ലോലി അങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദർ പെർഫ്യൂംസ് ആ ഡാർക്കർ സൈഡിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഇത് യൂണിസെക്സ് ആയിട്ടാണെന്നാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇതൊരു ഡാർക്ക് അടിക്കുന്ന ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു മാൻലി പെർഫ്യൂം ആയിട്ടൊക്കെ എന്റെ ഒരു പെർസെപ്ഷൻ ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചൊരു എന്താ പറയാ, ഒരു ഇത്തിരി കൂടി ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിലേക്ക് നിൽക്കുന്ന ഒരാള് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം, അങ്ങനെയൊക്കെ നമുക്കിതിൽ പറയാൻ പറ്റും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അഫോർഡബിൾ ആയവർ ട്രൈ ചെയ്ത് നോക്കിയോളൂ, അല്ലാത്തവർ ഇൻസ്പയർഡ് നോക്കിയോളൂ. അങ്ങനെ ഇതിന് ഇൻസ്പയർഡ് വളരെ 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 കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഇത്. ഞാനിപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ തന്നെ ഒരുപാട് കമ്പനികൾ ഇതിന്റെ ഇൻസ്പയർഡും ഇതിനെ റീഫിൽ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് കാണുന്നുണ്ട്. ജെനുവൈൻ ആയിട്ടുള്ളത് മാത്രം ഈ ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിച്ചോളൂ, അല്ലാത്തത് നിൽക്കണ്ട. ചെറിയ പ്രൈസിനൊക്കെ ഇൻസ്പയർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയോളൂ. വലുത് ഒറിജിനൽ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയോളൂ. സോ അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഡാർക്കർ സൈഡിൽ നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് നമുക്ക് വലിയ ഒരു പ്രശ്നം വരില്ല പെർഫോമൻസിന്റെ കേസിൽ. കാരണം ഒരു അപ് ടു ഒരു 3 ഹൗസ് വരെ ഇതെന്തായാലും നിൽക്കുന്നുണ്ട്. പ്രൊജക്ഷൻ, ലോഞ്ചിവിറ്റി എനിക്ക് അങ്ങനെ കൂടുതൽ നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്തായാലും എൻ്റെ ഡ്രസ്സിലൊക്കെ ഒരു 6-7 ഹവേഴ്സിലൊക്കെ മേലെ ഇതിന്റെ ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ പോകും, കാരണം പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ നോക്കാനുള്ളൊരു എന്താ പറയുക ഒരു സിറ്റുവേഷൻസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയണില്ല, എത്ര വരെ കിട്ടും എന്നുള്ളത്. എന്തായാലും ഈ ഒരു നാച്ചുറൽ ഉള്ളത് മോസ്റ്റ്ലി അത്യാവശ്യം നിൽക്കുന്ന പെർഫ്യൂംസ് ആണ് കാണാറുള്ളത്. സോ എന്തായാലും പെർഫോമൻസ് ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. So anyways, that's all for this video. Thanks for watching.